മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ IPC സെക്ഷനിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന പാർട്ടിൽ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ IPCയിലെ മുഴുവൻ സെക്ഷനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന എല്ലാത്തരം പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസുകളെല്ലാം നമ്മൾ ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന 339ാമത്തെ സെക്ഷനാണ്. 339 സെക്ഷൻ 339 എന്തിനാ? റോങ്ഫുൾ റെസ്ട്രെയിൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. റോങ്ഫുൾ റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അന്യായമായി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയുക. ഒരാളെ അന്യായമായി തടയുന്നതിനെ റോങ്ഫുൾ റെസ്ട്രെയിൻസ്. ഇപ്പോൾ ഒരാൾ ഒരു വഴിയിലൂടെ കടന്നു വരികയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അയാളെ പിടിച്ചു നിർത്തുക. ഇതെല്ലാം 339ാമത്തെ IPC സെക്ഷൻ വരുന്നു. 339 IPC സെക്ഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റോങ്ഫുൾ റെസ്ട്രെയിൻസിനെ കുറിച്ചാണ് പറയുന്നത്. തൊട്ടടുത്ത സെക്ഷൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് 340. റോങ്ഫുൾ തന്നെ. റോങ്ഫുൾ റെസ്ട്രെയിൻറ്റിൽ നിന്ന് റോങ്ഫുൾ കൺഫൈൻമെന്റിലേക്ക് തടഞ്ഞു വെക്കുക, തടവിലാക്കുക എന്നാണ്. റോങ്ഫുൾ ആയിട്ട് തടവിലാക്കുന്നതിനെയാണ് 340. മറ്റേത് തടയുന്നത് മാത്രമേ ഉള്ളൂ, പിന്നീട് വിട്ടയച്ചേക്കാം. എന്നാൽ തടഞ്ഞു വെച്ചിരിക്കുക, ചില മോചനദ്രവ്യമൊക്കെ ആവശ്യപ്പെടാം, അല്ലെ പല ഏതെങ്കിലും ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടാം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി തടഞ്ഞു വെക്കുക. അങ്ങനെ തടഞ്ഞു വെക്കുന്നത് 340ാമത്തെ സെക്ഷനാണ്. 339 റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആണെങ്കിൽ 340 റോങ്ഫുൾ കൺഫൈൻമെന്റ്. അടുത്ത നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സെക്ഷനാണ് 359. 359 കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിംഗ് 359 ആണ്. 362 എന്ന് പറയുന്നത് അബ്ഡക്ഷൻ ആണ്. ഇതും കിഡ്നാപ്പിംഗും അബ്ഡക്ഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. കിഡ്നാപ്പിംഗ് സാധാരണയായി കുട്ടികളെ അല്ലെങ്കിൽ എന്താ പറയുക, പ്രായം പൂർത്തിയാവാത്ത ആളുകളൊക്കെയാണ് സാധാരണ കിഡ്നാപ്പിങ്ങിനകത്ത് വരിക. ഇത് എല്ലാ തരത്തിലുള്ള ആളുകളും ഈ അബ്ഡക്ഷനിനകത്ത് വരും. ഇപ്പൊ 362 അബ്ഡക്ഷൻ. സാധാരണ മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അത് അബ്ഡക്ഷന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. 362 ഇത്. കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് 359 ആണ്. ഇപ്പൊ കിഡ്നാപ്പിംഗ് 359ഉം 362 അബ്ഡക്ഷനുമാണ്. ഇനി 354 ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ തരത്തിലുള്ള അവരുടെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവൃത്തി. അതാണ് അസാൾട്ട് ദ ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ദ ഇന്റന്റ് ടു ഔട്ട്റേജ് ഓഫ് മോഡസ്റ്റി ഓഫ് വിമൻ. സ്ത്രീകളുടെ ഔട്ട്റേജിനെ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷമുണ്ടാകുന്ന തരത്തിൽ, അവരുടെ മോഡസ്റ്റിക്ക് ഔട്ട്റേജ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ക്രിമിനൽ അറ്റംപ്റ്റ് നടത്തുക. അസാൾട്ട് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ദ ഇന്റന്റ് ടു ഔട്ട്റേജ് ഓഫ് മോഡസ്റ്റി. അത് 354. 354 വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. 354 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമത്തിന്റെയും ഒരു കാറ്റഗറിയാണ് 354. അസാൾട്ട് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ഇന്റന്റ് ടു ദി ഔട്ട്റേജ് ഓഫ് മോഡസ്റ്റി. അടുത്തത് 354A ആണ്. സെക്ഷൽ ഹരാസ്മെന്റ്. സെക്ഷൽ ഹരാസ്മെന്റ് 354A. 354 മൂന്നാലെണ്ണം ഉണ്ട്. 354 അസാൾട്ട് വരണം, സ്ത്രീകൾക്ക് നേരെയുള്ള അസാൾട്ട്. 354 സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. 354B എന്ന് പറയുന്നത് എന്താണ്? അസാൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു ദ വിമൻ വിത്ത് ഇന്റന്റ് ടു ദ ഡിസ്ട്രോ. അതായത് അവരുടെ ഡിസ്ട്രോബ് ചെയ്യുക, അതായത് സ്ത്രീകളുടെ വസ്ത്രം നീക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മോഡസ്റ്റിയെ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം ഉരിയുക അല്ലെങ്കിൽ അവരെ അങ്ങനെ വിവസ്ത്രമാക്കുന്ന ഏത് പ്രവർത്തനത്തും 354B വരും. 354C എന്ന് പറയുന്നത് വോയറിസം ആണ്. വോയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോട്ടം. അതായത് ഇപ്പൊ സാധാരണഗതിയിൽ ഈ സെക്ഷൻ വരുന്നത് 354C വരുന്നത് നമ്മുടെ ഈ വസ്ത്രശാലകളിലൊക്കെ വസ്ത്രം മാറുന്നതിന് വേണ്ടി അവർക്ക് ഒരു പ്രത്യേക ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ക്യാബിനിൽ ഒളി ക്യാമറകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കാറ്റഗറിയിൽ വോയറിസം. 354C ആണ്. ഒളിഞ്ഞു നോട്ടം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് ചുരുക്കി വിളിക്കാം. 354D എന്ന് പറയുന്നത് സ്റ്റോക്കിംഗ് ആണ്. അത് ഒരാളെ അനാവശ്യമായി പിന്തുടരും. ഇതെല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്. 354, 354A, 354B, 354C, 354D. അപ്പോ സ്റ്റോക്കിംഗ് ആണ് 354D. അപ്പോൾ നമ്മൾ ആദ്യത്തേത് 339 എന്ന് പറയുന്നത് റോങ്ഫുൾ റെസ്ട്രെയിന്റും 340 എന്ന് പറയുന്നത്
റോങ്ഫുൾ കൺഫൈൻമെന്റുമാണ്. പിന്നെ 59, 62 തമ്മിലുള്ള ബന്ധം, 359 കിഡ്നാപ്പിംഗ്, 362 എന്താ അബ്ഡക്ഷനുമാണ്. അത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത 5 പരസ്പരം ബന്ധമാണ്. 354 സ്ത്രീകൾക്കെതിരെയുള്ള അസാൾട്ടാണ്. 354A സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. 354B എന്താ ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് എന്താ ഡിസ്റോബ് ആണ്. അടുത്ത 354 വോയറിസമാണ്, ഒളിഞ്ഞു നോട്ടം. അടുത്ത 354D സ്റ്റോക്കിംഗ്, അതായത് ഒരാളെ അനാവശ്യമായി, ഒരു സ്ത്രീയെ അനാവശ്യമായി പിന്തുടരുക. അടുത്തതായി 375 പണിഷ്മെന്റ് ഓഫ് റേപ്പ്. 375 പറയുന്നത് റേപ്പിന് ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും, അത് 375 പണിഷ്മെന്റ് ടു റേപ്പ്. 377 എന്താ അൺനാച്ചുറൽ സെക്ഷൽ ഇന്റർകോഴ്സ് ആണ്. അതായത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനങ്ങളൊക്കെ 377 വരുന്നത്. IPC സെക്ഷൻ 376 അൺനാച്ചുറൽ സെക്ഷൽ ഇന്റർകോഴ്സ്. 375 പറയുന്നത് പണിഷ്മെന്റ് ടു റേപ്പ് ആണെങ്കിൽ ഇത് അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആണ്, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനം അതിനകത്ത് വരുന്നു. 378 സെക്ഷൻ 378 തെഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 383 എക്സ്റ്റോർഷൻ, അതായത് കൊള്ള നടത്തുന്നത് എക്സ്റ്റോർഷൻ 383. അപ്പോൾ 378 തെഫ്റ്റ്, 383 എക്സ്റ്റോർഷൻ. ഇനി 390 റോബറി. ഇത് മൂന്നും പരസ്പര ബന്ധമുള്ളതാണ്. 378 തെഫ്റ്റ്, 383 എക്സ്റ്റോർഷൻ, 390 റോബറി. അപ്പോൾ 3 പ്രധാനപ്പെട്ട. ഇനി അതുകൊണ്ട് തന്നെ 391 അതുമായി കണക്റ്റഡ് ആണ്. ഡെക്കോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തട്ടിപ്പ് നടത്തും. അതിൽ മോർ ദാൻ 5 മെമ്പേഴ്സ്, 5 പേർ കൂടുതൽ അല്ലെ 5ഓ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തും തട്ടിപ്പ്. ഡെക്കോയിറ്റി എന്ന് പറയും. ഡെക്കോയിറ്റി 391 സെക്ഷൻസ് ആണ്. അപ്പൊ ഇത് പരസ്പരം ബന്ധം. ഇത് രണ്ടും, അതായത് റേപ്പും അൺനാച്ചുറൽ സെക്ഷൽ ഇന്റർകോഴ്സും പരസ്പരം ബന്ധം. 375 പണിഷ്മെന്റ് ഓഫ് റേപ്പ് ആണെങ്കിൽ 376 എന്താണ് അൺനാച്ചുറൽ സെക്ഷൽ ഇന്റർകോഴ്സ്. അടുത്തത് 378 ആണ് തെഫ്റ്റിനെ കുറിച്ച്. 378 പറയുമ്പോൾ 83 എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ കൊള്ള, 390 റോബറി, 391 ഡെക്കോയിറ്റി. മോർ ദാൻ 5 മെമ്പേഴ്സ്, അവർ 5ൽ കൂടുതൽ ആളുകൾ നടത്തുന്ന കൊള്ളയാണ് ഡെക്കോയിറ്റി എന്ന് പറയും. അടുത്തത് 403 ആണ്. അത് മിസ്അപ്രോപ്രിയേഷൻസ് ഓഫ് എന്തോന്ന്, ഒരു ഡിസ്ഹോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഒരു വസ്തു ഡിസ്ഹോണസ്റ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, മിസ്അപ്രോപ്രിയേറ്റ്. ഒരാളുടെ വീട്ടിലേക്ക് ഇല്ല, അവിടെ ഇരിക്കുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എടുക്കുക. അത് ഡിസ്ഹോണസ്റ്റ്ലി എടുക്കുകയാണ്, അല്ലെങ്കിൽ അവിചാരിതമായി എടുക്കുകയാണ്. പക്ഷെ എന്താണ്, ഡിസ്ഹോണസ്റ്റ്ലി അങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഒരാളുടെ ഇമ്മൂവൽ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അത് 403 വരിക. എന്താണ്, ഡിസ്ഹോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻസ് ഓഫ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക. ഇപ്പൊ എ എന്ന് പറയുന്ന ആള് വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇനി അയാൾ അത് കണ്ടില്ലെങ്കിൽ എടുക്കുക എന്നുള്ള ഉദ്ദേശം അയാളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക, ആ വീട്ടിൽ തന്നെ എടുത്ത് വെക്കുന്നു. അതാണ് ഡിസ്ഹോണസ്റ്റി, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. അടുത്ത 405 ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് 405, 416 ചീറ്റിംഗ് പേഴ്സണൽസ്, അതായത് ആൾമാറാട്ടം, അതായത് ചീറ്റിംഗ് ബൈ പേഴ്സണം, അതായത് ആൾമാറാട്ടം 416 സെക്ഷൻ. അടുത്ത സെക്ഷൻ 425 ആണ്. 425 മിസ്ചീഫ് ആണ്. മിസ്ചീഫ് പറയുന്നത് IPC സെക്ഷൻ 425 ആണ്. ക്രിമിനൽ ട്രസ്പാസ്, ഒരാളുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിക്രമിച്ച് കടക്കുക. അതാണ് ക്രിമിനൽ ട്രസ്പാസ്. ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കോ ഒരു വ്യക്തിയുടെ പ്രിമൈസിസിലേക്കോ അതിക്രമിച്ച് കടക്കുന്നതിനെയാണ് ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറയുന്നത്. 441 IPC സെക്ഷൻ ക്രിമിനൽ ട്രസ്പാസ് ആണ്. 463 ഫൊർജറിയാണ്. വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് 463. വ്യാജരേഖ ചമയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫൊർജറി. അപ്പോൾ ഫൊർജറി 463 ആണ്. 494 ബൈഗമിയാണ്. ബൈഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച്, ഇന്ത്യയിലെ മുസ്ലിം മാരേജ് ആക്ട് ഒഴികെയുള്ള എല്ലാ മാരേജ് ആക്ടുകളിലും ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ അയാൾക്ക് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടാവാൻ പാടില്ല. പുരുഷന് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ അടുത്ത ഭർത്താവോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ
അല്ലാതെ ഒരാൾ വിവാഹിതനാണ്, അയാൾക്ക് ഭാര്യയുണ്ട്, വേറൊരാള് വിവാഹിതരാണ്, അവർക്ക് ഭർത്താവുണ്ട്, അങ്ങനെയുള്ള രണ്ടുപേർ തമ്മിൽ ഇന്റർകോഴ്സ്, സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈഗമി എന്ന് പറയുക. അതായത് ബഹുഭാര്യ അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം, ഇതിനെയാണ് ബൈഗമി. 494 പ്രകാരം അത് ശിക്ഷാർഹമാണ്. അത് ഫാമിലി ലോയിലും ശിക്ഷാർഹമാണ്, IPC സെക്ഷനിലും ശിക്ഷാർഹമാണ്. ഇന്ത്യൻ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച്, മൂന്നാമത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഒരാൾക്കൊരു സ്പൗസേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ, ഒന്നിലധികം ഭാര്യ, ഒന്നിലധികം ഭർത്താവ്, ഈ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിനെ ബൈഗമി എന്ന് പറയാം. അടുത്തത് 497 വളരെ വിവാദമായിട്ടുള്ള ഒരു സെക്ഷനാണ് 497. അത് അഡൽട്ടറി ആണ്. അഡൽട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ ഭാര്യയുമായി ഒരാൾ ഇന്റർകോഴ്സ്, സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ അതിനാണ് അഡൽട്ടറി എന്ന് പറയാം. എന്നാൽ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ഇത് സുപ്രീം കോടതി ഈ നിയമം, അതായത് 497 എന്ന് പറയുന്ന IPC സെക്ഷൻ എന്താണെന്ന് പറയുന്നു, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയും. ഇത് കൺസെന്റോട് കൂടി നടക്കുന്ന, അല്ലെങ്കിൽ വിവാഹിതരായ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീയും അല്ലാത്ത ഒരാളും തമ്മിൽ കൺസെന്റോട് കൂടി നടക്കുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ട് ഇന്ത്യൻ IPC സെക്ഷനിലെ 497 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ അതെന്ത് ചെയ്തു, അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇപ്പൊ 497 അഡൽട്ടറി ആണ്, അഡൽട്ടറി അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ആര്? ഇന്ത്യയുടെ പരമോന്നത കോടതി. ഇനി 499 ഡിഫോമേഷൻ ആണ്, വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന ഈ അടുത്ത സമയങ്ങളിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വളരെ വ്യാപകമായി വരുന്ന ഒരു കേസാണ് 499. ഒരാളുടെ സൽകീർത്തിക്ക് ഭംഗമുണ്ടാകുന്ന തരത്തിൽ പ്രസ്താവന നടത്തുക, ചിത്രങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏത് 499 ഡിഫാമേഷൻ. ഡിഫാമേഷൻ 499 ആണ്. 500 എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഓഫ് ഡിഫാമേഷൻ ആണ്. 500 പണിഷ്മെന്റ് ഓഫ് ഡിഫാമേഷൻ 499 ഡിഫാമേഷനുമാണ്. 503 ക്രിമിനൽ ഇന്റിമിഡേഷൻ, അതായത് ഭീഷണിപ്പെടുത്തുക, ക്രിമിനലായ ഉദ്ദേശത്തോടുകൂടി എന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തുന്നത് 503 ആണ്. ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് 509 വേർഡ്സ് ജസ്റ്റർ ആക്ട് അഗൈൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരെയുള്ള മോശം ഭാഷ, തെറി വിളിക്കുക, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവരെ അംഗങ്ങൾ കാണിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവരുടെ മോഡസ്റ്റിയെ ഇൻഫ്രിഞ്ച് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക. ഇത് എല്ലാം 509 എന്ന് പറയുന്ന IPC സെക്ഷനിൽ വരും. പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. 525 മിസ്ചീഫ് ആണ്. 441 ക്രിമിനൽ ട്രസ്പാസ് ആണ്. 463 ഫോർജറി ആണ്. 494 ബൈഗമി ആണ്. 497 അഡൽട്ടറി ആണ്. അഡൽട്ടറി അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പ്രഖ്യാപിച്ച കേസ് ഏതാണെന്ന് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്ത ഡിഫോമേഷൻ ആണ്, മാനനഷ്ടം. അടുത്ത 500 പണിഷ്മെന്റ് ഓഫ് ഡിഫോമേഷൻ ആണ്. 503 ക്രിമിനൽ ഇന്റർമിഡേഷൻ ആണ്, ഭീഷണിപ്പെടുത്തൽ. 509 വേർഡ്സ് ജസ്റ്റർ ആക്ട് അഗൈൻസ്റ്റ് ദ മോഡസ്റ്റി, ഇൻഫ്രിഞ്ച് ദ മോഡസ്റ്റി ഓഫ് വിമൻ, സ്ത്രീകൾക്കെതിരെയുള്ള വാക്കുകൾ, അതുകൊണ്ട് തന്നെ ചേഷ്ടകൾ, പ്രവൃത്തികൾ, ഇവയെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിലെ എല്ലാ സെക്ഷനുകളും, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് ക്ലീ എക്സാമിനേഷൻ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട സെക്ഷൻസുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ പണിഷ്മെന്റുകളുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇതോടെ 511 സെക്ഷനുള്ള ഇന്ത്യൻ പീനൽ കോഡിലെ എല്ലാ പ്രധാനപ്പെട്ട സെക്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അത് ഉപയോഗപ്രദമാകും എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.